ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിലെ PSC ഒരുപാട് തവണ ചോദിച്ച ടോപ്പിക്കായ ആദിത്യ L1നെ കുറിച്ചാണ്. അപ്പോൾ PSC ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമായ LDS, LGS അതിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. സമയം ചോദിച്ചാൽ രാവിലെ 11:50. അപ്പോൾ 2023 സെപ്റ്റംബർ 2 രാവിലെ 11:50 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? അപ്പോൾ ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. അപ്പോൾ 2023 സെപ്റ്റംബർ 2 രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമാണ് PSLV XL C57 അല്ലെങ്കിൽ PSLV C57 എന്നോ PSLV XL എന്നോ ആയിരിക്കും തരുന്നത്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമാണ് PSLV XL C57. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. സൗരദൗത്യം നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദിത്യ L1ന്റെ ആകെ ചിലവ്. ആദിത്യ L1ന്റെ ആകെ ചിലവാണ് 378.53 കോടി, അഥവാ 400 കോടിയെന്നും തരാം, അല്ലെങ്കിൽ 380 കോടിയെന്നും തരാം. അപ്പോൾ ആദിത്യ L1ന്റെ ആകെ ചിലവാണ് 378.53 കോടി രൂപ. PSC ചിലപ്പോൾ 400 കോടിയെന്നായിരിക്കും തരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. 378.53 കോടി രൂപ അല്ലെങ്കിൽ 400 കോടി. ആദിത്യ L1 മിഷന്റെ കാലാവധി. ആദിത്യ L1 മിഷന്റെ കാലാവധിയാണ് 5 വർഷവും 2 മാസവും. 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1ന്റെ കാലാവധി എന്ന് പറയുന്നത്. എത്രയാണ്? 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1 മിഷന്റെ കാലാവധി. ആദിത്യ L1ലെ L1 എന്താണ്? അപ്പോൾ നമ്മൾ ആദിത്യ L1 എന്ന് പറയുന്നുണ്ട്. അതിലെ L1 എന്താണ്? L1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1. എന്താണ്? ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നാണ് ആദിത്യ L1ലെ L1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു സാങ്കല്പിക ഭ്രമണപഥത്തിലുള്ള പോയിന്റാണ് ലഗ്രാഞ്ച് പോയിന്റ്. എന്താണ്? ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു സാങ്കല്പിക ഭ്രമണപഥത്തിലുള്ള പോയിന്റാണ് ലഗ്രാഞ്ച് പോയിന്റ് 1. അങ്ങോട്ടേക്കാണ് നമ്മൾ ആദിത്യ L1 അയക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ആദിത്യ L1ലെ L1 എന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമാണ് PSLV XL C57. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. ആദിത്യ L1ന്റെ ആകെ ചിലവെന്ന് പറയുന്നത് 378.53 കോടി രൂപ അല്ലെങ്കിൽ 400 കോടി രൂപ. ആദിത്യ L1 മിഷന്റെ കാലാവധിയാണ് 5 വർഷവും 2 മാസവും. ആദിത്യ L1ലെ L1 എന്താണ്? ലഗ്രാഞ്ച് പോയിന്റ് 1. അതെന്താണ്? ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു സാങ്കല്പിക ഭ്രമണപഥത്തിലുള്ള പോയിന്റാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്നത്. ആദിത്യ L1ന്റെ ലോഞ്ച് മാസ് എത്ര? ആദിത്യ L1ന്റെ ലോഞ്ച് മാസ് എത്രയാണ്? 1475 കിലോ. 1475 കിലോയാണ് ആദിത്യ L1ന്റെ ലോഞ്ച് മാസ്. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. അവരൊരു വനിതയാണ്. അപ്പോൾ നിഗർ ഷാജിയാണ് ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു.
ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടറാണ് SR ബിജു. അപ്പോൾ ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി, ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ SR ബിജു. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് മാനേജർ ആരാണ്? ഗായത്രി മൽഹോത്ര. ഗായത്രി മൽഹോത്രയാണ് ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് മാനേജർ. ആദിത്യ L1ൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരായിരുന്നു? ആദിത്യ L1ൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യം ആയിരുന്നു ആദിത്യ L1ൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്. ആദിത്യ L1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? S സോമനാഥ്. ആദിത്യ L1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? S സോമനാഥ്. ആദിത്യ L1ൻ്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെല്ലാം? ആദിത്യ L1ൻ്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തേത് കെൽട്രോൺ, രണ്ടാമത്തേത് SIFL അഥവാ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർഗിനൻസ് ലിമിറ്റഡ്, മൂന്നാമത്തേത് TCC അഥവാ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, നാലാമത്തേത് KAL അഥവാ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. അപ്പോൾ ഏതൊക്കെയാണ് ആദിത്യ L1ൻ്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ? ഒന്ന് കെൽട്രോൺ, രണ്ട് SIFL അഥവാ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ്, മൂന്നാമത് TCC ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, നാലാമത് KAL കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദിത്യ L1ൻ്റെ ലോഞ്ച് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1475 കിലോ. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് നിഗർ ഷാജി. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ SR ബിജു. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് മാനേജർ ഗായത്രി മൽഹോത്ര. ആദിത്യ L1ൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ ശങ്കർ സുബ്രഹ്മണ്യം. ആദിത്യ L1 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ S സോമനാഥ്. ആദിത്യ L1ൻ്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കെൽട്രോൺ, SIFL, TCC, KAL. ആദിത്യ L1ൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ആദിത്യ L1ൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? കൊറോണയെക്കുറിച്ചുള്ള പഠനം, സൗരവാതങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം, സൗരപ്രതിഭാസങ്ങൾ, സൗരയൂഥത്തിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം. എന്തൊക്കെയാണ്? കൊറോണയെക്കുറിച്ചുള്ള പഠനം, സൗരവാതങ്ങളെക്കുറിച്ചുള്ള പഠനം, പ്ലാസ്മ പ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം, കൊറോണൽ മാസ് ഇജക്ഷനെക്കുറിച്ചുള്ള പഠനം, സൂര്യൻ്റെ കാന്തിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പഠനം, സൗരപ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം, സൗരയൂഥത്തിലുണ്ടാകുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇവയൊക്കെയാണ് ആദിത്യ L1ൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ആദിത്യ L1ലെ പെലോഡുകൾ എത്രണ്ണമാണുള്ളത്? ആദിത്യ L1ലെ പെലോഡുകളാണ് 7 എണ്ണം. 7 പെലോഡുകളാണ് ആദിത്യ L1ന് ഉള്ളത്. അപ്പോൾ അതേതൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തുവാണെന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് VELC അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. എന്താണ്? വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫാണ് VELCയുടെ പൂർണ്ണരൂപം. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുക. സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കാനാണ് VELC പെലോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. VELC മീൻസ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. രണ്ടാമത്തെ പെലോഡാണ് സ്യൂട്ട്, അതായത് SUIT. സ്യൂട്ട് എന്ന് നമുക്ക് വായിക്കാം. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക. എന്തൊക്കെയാണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് സ്യൂട്ടിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആദിത്യ L1ൻ്റെ ലക്ഷ്യങ്ങളാണ് കൊറോണയെക്കുറിച്ചുള്ള പഠനം, സൗരവാതങ്ങൾ, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യൻ്റെ കാന്തിക ക്ഷേത്രം, സൗരപ്രതിഭാസങ്ങൾ, സൗരയൂഥത്തിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം. ആദിത്യ L1ന് ആകെ 7 പെലോഡുകളാണ് ഉള്ളത്. ഒന്നാമത്തത് VELC അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പെലോഡാണ് സ്യൂട്ട് അഥവാ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് സ്യൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ 2 പെലോഡുകൾ പഠിച്ചു. മൂന്നാമത്തെ പെലോഡാണ് HEL1OS. എന്താണ് HEL1OS? അതായത് ഹൈ എനർജിങ് L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. എന്താണ് HEL1OSൻ്റെ ഫുൾ ഫോം? ഹൈ എനർജിങ് L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അതുപോലെ നാലാമത്തെ പെലോഡാണ് സോളെക്സ് അഥവാ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. എന്താണ് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ് സോളെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ HEL1OSൻ്റെയും സോളെക്സിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന പെലോഡുകളാണ് HEL1OSും സോളെക്സും. അഞ്ചാമത്തെ പെലോഡാണ് ആസ്പെക്സ് എന്നതാണ് അഞ്ചാമത്തെ പെലോഡ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്നാണ് ആസ്പെക്സിൻ്റെ പൂർണ്ണരൂപം. ആറാമത്തെ പെലോഡാണ് പപ്പ. അപ്പോൾ പപ്പ നമുക്ക് പറയാം അതെന്താണെന്ന് വെച്ചാൽ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. എന്താണ് പപ്പ? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അപ്പോൾ ആസ്പെക്സിൻ്റെയും പപ്പയുടെയും ദൗത്യം എന്ന് പറയുന്നത് സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അപ്പോൾ ആസ്പെക്സിൻ്റെയും പപ്പയുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ഏഴാമത്തെ പെലോഡാണ് മാഗ്നെറ്റോമീറ്റർ. എന്താണ് ഏഴാമത്തെ പെലോഡാണ് മാഗ്നെറ്റോമീറ്റർ. സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മാഗ്നെറ്റോമീറ്ററിൻ്റെ ലക്ഷ്യമാണ് സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദിത്യ L1ൻ്റെ മൂന്നാമത്തെ പെലോഡാണ് HEL1OS. ഹൈ എനർജിങ് L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നാലാമത്തെ പെലോഡാണ് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. സോളെക്സും HEL1OSൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അഞ്ചാമത്തെ പെലോഡാണ് ആസ്പെക്സ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ്. ആറാമത്തെ പെലോഡാണ് പപ്പ. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൗരവാദങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ഏഴാമത്തെ പെലോഡാണ് മാഗ്നെറ്റോമീറ്റർ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1നെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം പോയിന്റ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇന്ന് തന്നെ ഇത് പഠിച്ചു പോവുക. ഇതിൽ നിന്നും ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ആദിത്യ L1. അത് മനസ്സിലാക്കി നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്